അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പുണ്യമദീന ഗ്രൂപ്പിലുള്ള എൻ്റെ സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും സുഖവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. ജീവിക്കുന്ന കാലത്തോളം അവൻ്റെ ത്വഅത്തിലായി അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കൂട്ടുകാരെ, നാം ചർച്ച ചെയ്തിരുന്ന വിഷയം കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളായിരുന്നു. അവയിൽ നിന്ന് ഒന്നാമത്തേത് നാം പറഞ്ഞു മനിയ് പുറപ്പെടുക. മനിയ് അത് ശുദ്ധിയുള്ള വസ്തുവാണ്, ത്വാഹിറാണ്. അതേസമയം മദിയും വദിയും നജസാണ്. മനിയ് പുറപ്പെട്ടാൽ കുളി നിർബന്ധമാവുകയും മദിയോ വദിയോ പുറപ്പെട്ടാൽ കുളി നിർബന്ധമില്ല. അതേസമയം അത് കഴുകി വൃത്തിയാക്കൽ നിർബന്ധമാണ്, അത് നജസാണ് എന്നുള്ള കാര്യം നാം മുമ്പ് വിശദീകരിച്ചു. ഇനി ആവശ്യമുള്ളവർ ആ ക്ലിപ്പ് കേൾക്കേണ്ടതാണ്. ഇന്ന് പറയാൻ പോകുന്ന വിഷയം രണ്ടാമത്തേത് സംയോഗം. ഹശ്വ ഗുഹ്യസ്ഥാനത്ത് പ്രവേശിക്കുക. സ്ത്രീയുടെ മുന്തുവാരത്തിലൂടെ പുരുഷന്റെ ലിംഗം പ്രവേശിക്കുക. അത് ലിംഗത്തിന്റെ ലിംഗാഗ്രം, അതിനാണ് ഹശ്വ അഥവാ വട്ടക്കണ്ണി. ആ സുന്നത്ത് കഴിച്ച സ്ഥലമുണ്ടാകുമല്ലോ, എല്ലാവർക്കും അറിയാം. വ്യക്തമാക്കി പറയുന്നത് ഇനിയും തിരിയാത്ത ആളുകൾ ഉണ്ടാവും, എത്രയോ പേരുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായി പറയുന്നത്. അപ്പോ ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ലിംഗത്തിന്റെ ആ ലിംഗാഗ്രം പ്രവേശിച്ചാൽ കുളി നിർബന്ധമാകും. കുളി നിർബന്ധമാകും. അതേസമയത്ത് മനിയ് പുറപ്പെടണം എന്നില്ല. മനിയ് പുറപ്പെടാതെ തന്നെ ഹശ്വ പ്രവേശിക്കുന്നതോടുകൂടി നമുക്ക് കുളി നിർബന്ധമാവുകയാണ്. ചില ആളുകളുടെയൊക്കെ തെറ്റിദ്ധാരണ, മനിയ് ഇന്ദ്രിയം പുറപ്പെടണം എങ്കിലേ കുളി നിർബന്ധമാവുകയുള്ളൂ എന്ന് ചുരുക്കം ചിലരൊക്കെ ധരിച്ചിരിക്കാം. ആ ധാരണ തെറ്റാണ്, അത് തിരുത്തേണ്ടതാണ്. അപ്പൊ ഹശ്വ പ്രവേശിക്കുന്നതോടുകൂടി കുളി നിർബന്ധമാണ്, കുളിച്ചിരിക്കണം. ഇനി പറയാൻ പോകുന്നത്, ഈ ഹശ്വ പ്രവേശിക്കുന്നത് മുൻദ്വാരത്തിൽ സ്ത്രീയുടെ ഗുഹ്യഭാഗത്ത് പ്രവേശിക്കുന്ന ആ വസ്തുക്കളിൽ ലിംഗം, അതുപോലെ തന്നെ യോനി, ഇവയിൽ നിന്ന് ഒന്ന് വിട്ടുപിരിഞ്ഞതാണെങ്കിൽ പോലും കുളി നിർബന്ധമാണ്. മനസ്സിലായില്ല? അഥവാ ഒന്നിരിക്കലോ ഈ യോനി അത് ശരീരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞതാണ്. ഈ വിട്ടുപിരിഞ്ഞ യോനി എടുത്തിട്ടാണ് ഒരു പുരുഷൻ തന്റെ ലിംഗത്തിലൂടെ ലിംഗം അതിലേക്ക് പ്രവേശിപ്പിച്ചത് എങ്കിലും അവിടെ കുളി നിർബന്ധമാണ്. അതല്ലെങ്കിൽ നേരെ തിരിച്ച് ഒരു മുറിഞ്ഞു കിടക്കുന്ന ലിംഗമെടുത്ത് ഒരു സ്ത്രീ തന്റെ യോനിയിൽ അത് പ്രവേശിപ്പിച്ചു എങ്കിലും അവിടെ കുളി നിർബന്ധമാണ്. അതല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ യോനിയിലായാലും കുളി നിർബന്ധമാണ്. ഇപ്പോഴൊക്കെ പശുക്കളെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്തയ്ക്ക് വന്നുകൊണ്ടിരിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ അത് സംഭവിക്കാൻ പാടുണ്ടോ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ ചർച്ച. പക്ഷേ മസല നിയമം പഠിക്കൽ നിർബന്ധമാണല്ലോ. ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോഴൊക്കെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. നാം ദൈനംദിനം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നായകളെ വളർത്തുകയും നായയുമായിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്ന സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ പറയുന്നതായിട്ട് ഈ ആധുനികത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു നായയുമായിട്ട് ഒരു സ്ത്രീ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ കുളി അവൾക്ക് നിർബന്ധമാണ്.
അതല്ലെങ്കിൽ ഒരു പുരുഷൻ പോയിട്ട് ഒരു മൃഗത്തെ ബലാത്സംഗം ചെയ്താൽ അവിടെ കുളി ഇവനിക്ക് നിർബന്ധമാണ്. അവിടെ മനുഷ്യന്റേത് തന്നെ ആവണം എന്നില്ല എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. അതല്ലെങ്കിൽ ഒരു മയ്യിത്ത്, മരണപ്പെട്ട് കിടക്കുന്ന ഒരു മയ്യിത്തിനെ ഒരാൾ പോയി ബന്ധപ്പെട്ടു എങ്കിലും അവിടെ കുളി നിർബന്ധമാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ വിട്ടുപിരിഞ്ഞ ആള് അഥവാ ലിംഗം ഈ വിട്ടുപിരിഞ്ഞ ആളുണ്ടല്ലോ, ആ ആൾക്ക് കുളി നിർബന്ധമില്ല. അഥവാ ഇയാള് ഹയാത്തിലുണ്ട്, ഹയാത്തുള്ളതോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ ലിംഗം ഛേദിക്കപ്പെട്ട ലിംഗം, ഈ ലിംഗം എടുത്തിട്ടാണ് ഒരു സ്ത്രീ തന്റെ യോനിയിൽ പ്രവേശിപ്പിച്ചത് എങ്കിൽ അവിടെ ആ ലിംഗത്തിന്റെ ഉടമക്ക് അവിടെ കുളിക്കൽ നിർബന്ധമില്ല. ഉടമ, കാരണം ഇത് വിട്ടുപിരിഞ്ഞ വസ്തുവാണ്. അതേപോലെ തന്നെ സ്ത്രീയുടേതും ഇതേ മസാല തന്നെയാണ്, ഇതേ നിയമം തന്നെയാണ് അവിടെ സ്ത്രീക്കുമുള്ളത്. സ്ത്രീയുടെ യോനി മുറിക്കപ്പെട്ട ഛേദിക്കപ്പെട്ട യോനി, ആ യോനിയിലേക്ക് ഒരുത്തൻ പ്രവേശിപ്പിച്ചു തന്റെ ലിംഗം എങ്കിലും അവിടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ കുളി നിർബന്ധമാണ്. അതേസമയം ആ ഛേദിക്കപ്പെട്ട വ്യക്തിയുണ്ടല്ലോ, അത് ആരുടേതാണോ അവൾക്ക് അവിടെ കുളി നിർബന്ധമില്ല. ഇനി വേറെ കാര്യം പറയാൻ പോകുന്നത്, ഈ പ്രവേശിപ്പിക്കപ്പെട്ടത് ലിംഗം ഹസ്വ പ്രവേശിച്ചത് അത് പിന്തുവാരത്തിലാണെങ്കിലും കുളി നിർബന്ധമാണ്. പിന്തുവാരത്തിൽ ഒരുത്തൻ തന്റെ ഭാര്യയുടെ പിന്തുവാരത്തിലൂടെയാണ് പ്രവേശിപ്പിച്ചത്, അല്ലെങ്കിൽ മറ്റൊരു പുരുഷന്റെ പിന്തുവാരത്തിലൂടെയാണ് പ്രവേശിപ്പിച്ചത് എങ്കിലും അവിടെ കുളി നിർബന്ധമാണ്. എന്നാൽ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഒരു സ്ത്രീ ആ സ്ത്രീയെ നമുക്ക് നോക്കലും തൊടലും എല്ലാം ഹറാം അല്ലെ, എന്നാൽ ആ സ്ത്രീ നമുക്ക് അനുവദനീയമാകും നിക്കാഹോടുകൂടി. എന്നാൽ ആ സ്ത്രീയിൽ നിന്ന് നമുക്ക് സുഖമെടുക്കൽ ഹലാലാണ്, ഏതു വിധേനയും ഹലാലാണ്. പക്ഷെ രണ്ട് കാര്യങ്ങൾ ഒഴിച്ച്, ഒന്ന് അവളുടെ പിന്തുവാരത്തിലൂടെ നാം ഒരിക്കലും ആ വേഴ്ചയിൽ ഏർപ്പെടാൻ പാടില്ല. നമ്മുടെ സുഖം അവളുടെ പിന്തുവാരത്തിലൂടെയുള്ള ആ പ്രവേശനത്തിലൂടെ ആവാൻ പാടില്ല. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചതാണ്. അതുകൊണ്ട് അക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വേറെ ഒരു കാര്യമുള്ളത്, ഒരു സ്ത്രീയിൽ രണ്ട് കാര്യമേ ഹറാമുള്ളൂ. ഒന്ന് പിന്തുവാരത്തിലൂടെയുള്ള ബന്ധപ്പെടലാണെങ്കിൽ, മറ്റൊന്ന് മുന്തുവാരത്തിലൂടെയുള്ള ബന്ധപ്പെടലാണ്. അത് അവൾക്ക് മെൻസസ് ഉണ്ടാവുന്ന സമയത്താണ്. മെൻസസ് ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഭാര്യയുമായി നാം വേഴ്ചയിൽ ഏർപ്പെടാൻ പാടില്ല. പിന്നെ അതല്ലെങ്കിൽ മറയോട് കൂടിയാണ് ബന്ധപ്പെട്ടത്, കോണ്ടം ഉപയോഗിച്ചു, നിരോധന ഉറ, ഗർഭനിരോധന ഉറ ഉപയോഗിച്ചാണ് ഒരുത്തൻ ബന്ധപ്പെട്ടതെങ്കിൽ അവിടെ തൊലിയും തമ്മിൽ ചേരുന്നില്ല. പക്ഷെ എങ്കിലും അവിടെ കുളി നിർബന്ധമാണ്. അതല്ലെങ്കിൽ ബലാത്കാരമായിട്ടാണ് ബന്ധപ്പെട്ടത്, ഒരുത്തൻ ഒരു പെണ്ണിനെ ബലാത്സംഗമാണ് ചെയ്തത്, ഈ പെണ്ണിനെ അവിടെ 100% പെണ്ണിനവിടെ ഇവനോട് യോജിപ്പില്ല, വിയോജിപ്പാണുള്ളത് എങ്കിലും അവിടെ കുളി നിർബന്ധമാണ്. പക്ഷെ അവിടെ പെണ്ണിന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷ ലഭിക്കൂല, കാരണം അവളുടെ സമ്മതമില്ലാതെയാണല്ലോ ഇവൻ ബലാത്കാരമായിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത്. പക്ഷെ എങ്കിലും അവിടെ കുളി നിർബന്ധമാണ്. അതല്ലെങ്കിൽ വികാരമില്ലാതെയാണ് ബന്ധപ്പെട്ടത് എങ്കിലും കുളി നിർബന്ധമാണ്. എങ്ങനെ വികാരമില്ലാതെ? അഥവാ ഈ പുരുഷന്മാർക്ക് ചിലപ്പോൾ മൂത്രമൊഴിക്കാൻ വല്ലാതെ മുട്ടുന്ന സമയത്തെല്ലാം ഈ ലിംഗം ഉത്തേജനം ഉണ്ടാവും. ആ സമയത്താണ് തന്റെ ഭാര്യ ഈ പ്രവേശിപ്പിച്ചത്, അവിടെ വികാരമൊന്നുമില്ല എങ്കിലും അവിടെ കുളി നിർബന്ധമാണ്. ഈ പറഞ്ഞ സംഗതികളെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളെല്ലാം ഇസ്ലാം ഫിഖഹിന്റെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചർച്ച ചെയ്യാനുള്ള കാരണം. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. എല്ലാവരും അത് പ്രാവർത്തികമാക്കുക. ആരെങ്കിലും തെറ്റുകൾ പിന്തുടരുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തോടുകൂടി തന്നെ അവസാനിപ്പിക്കുക. ശരിയായ ഇസ്ലാമിന്റെ നിയമങ്ങളിലേക്ക് എല്ലാവരും മടങ്ങുക. ചുരുക്കി പറഞ്ഞാൽ പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്ട്, മയ്യിത്തിനെ ഒരാൾ വ്യഭിചരിച്ചു എങ്കിൽ ആ മയ്യിത്തിന് കുളി നിർബന്ധമില്ല. രണ്ടാമത് കുളി മയ്യിത്തിന് നിർബന്ധമില്ല.
ഏതുപോലെ ഈ വിട്ടുപിരിക്കപ്പെട്ട ഛേദിക്കപ്പെട്ട ലൈംഗിക അവയവത്തിന്റെ ഉടമക്ക് കുളി നിർബന്ധമില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ മയ്യത്തിന്റെ മേലും കുളി നിർബന്ധമില്ല. കാരണം എന്താ? മയ്യത്തിനോട് തക്ലീഫില്ല. മരണപ്പെട്ടതിന് ശേഷം ഒരു പ്രാവശ്യം കുളിപ്പിക്കൽ അത് നിർബന്ധമാണ്. ഷഹീദല്ലാത്ത മയ്യത്തിനെ കുളിപ്പിക്കൽ നിർബന്ധമാണ്. അതിനുശേഷം ആരെങ്കിലും വ്യഭിചരിക്കുകയോ മറ്റോ ഈ മയ്യത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ മയ്യത്തിനെ കുളിപ്പിക്കൽ അവിടെ നിർബന്ധമില്ല. കാരണം ജീവിച്ചിരിക്കുന്ന ആളുകളോടാണ് കീർത്തന ഉള്ളത്, മതനിയമങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ മയ്യത്തിനെ അവിടെ രണ്ടാമത് കുളിപ്പിക്കേണ്ടതില്ല എന്നുള്ള കാര്യം കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ള കാരണം ഇന്ന് ഭൂമി ലോകത്ത് നടക്കുന്നതായതുകൊണ്ടാണ് ഇസ്ലാം അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. ആകയാൽ ഞാൻ പറഞ്ഞു വന്നത്, ഹഷ്ഫ ഒരാളുടെ ലിംഗാഗ്രം യോനിയിൽ പ്രവേശിക്കുന്നത് കൊണ്ട് തന്നെ കുളി നിർബന്ധമാകും. അവിടെ ഇന്ദ്രിയം പുറപ്പെട്ടാലും ഇല്ലെങ്കിലും കുളി നിർബന്ധമാണ് എന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമുക്ക് നന്മ ചെയ്യുമാറാകട്ടെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.